അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് അവസാനത്തെ പത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ലൈലത്തുൽ ഖദർ നമ്മുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള പ്ലാൻ തയ്യാറാക്കുക എന്ന പർപ്പസിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യം, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന് തഖ്വയുള്ളവരാകുക. വൽ തൻളുർ നഫ്സുമ്മ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് മുൻകൂട്ടി ചെയ്തത് എന്ന് നിങ്ങൾ ഓരോരുത്തരും പുനഃപരിശോധന നടത്തുക. വത്തഖുല്ല, അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ് ഖബീറും ബിമാ തഅമലൂൻ, അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതെല്ലാം കൃത്യമായി അറിയുന്നവനാണ്. ഇവിടെ റബ്ബു സുബ്ഹാനഹു വ തആല നമ്മുടെ അക്കൗണ്ടിൽ എന്ത് ബാലൻസാണുള്ളത്, കർമ്മങ്ങളുടെ അക്കൗണ്ടിൽ എന്തുണ്ട് ബാലൻസ് എന്നുള്ളതാണ് റബ്ബ് നമ്മളോട് നിരന്തരം നോക്കാൻ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് മുഖവിലക്കെടുക്കുമ്പോൾ നമുക്ക് പ്രായപൂർത്തിയായത് മുതൽ നമ്മൾ ചെയ്ത നന്മകൾ എത്ര ഇഖ്ലാസിൻ്റെ അടിസ്ഥാനത്തിലാണ്, എത്രത്തോളം ആത്മാർത്ഥമായി നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എത്രത്തോളം കർമ്മങ്ങളെ നമ്മുടെ പല തിന്മകളിലൂടെ നമ്മൾ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്, ഗീബത്തിലൂടെ, നമീമത്തിലൂടെ, രഹസ്യജീവിതത്തിലെ തിന്മകളിലൂടെ. ഇതൊക്കെ ഇസ്ലാം പറഞ്ഞത് നമ്മുടെ നന്മകൾ പൊളിച്ചു കളയുന്ന മഹാമാരികളായിട്ടാണ്. എത്രത്തോളം തിന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് പലപ്പോഴും നമ്മുടെ കർമ്മങ്ങളുടെ ഭാണ്ഡം കാലിയാണ്. പലതും അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പലതും റഹ്മാനായ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ആശങ്കയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തു ചെയ്യും? മുസ്ലിം ഉമ്മത്തിൻ്റെ, പ്രത്യേകിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സമൂഹത്തിൻ്റെ പ്രായം 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അഥവാ വളരെ കുറഞ്ഞ കാലഘട്ടം മാത്രമേ നമുക്കുള്ളൂ. ഈ കാലഘട്ടത്തെ വളരെ ഗൗരവത്തിൽ പ്രാധാന്യത്തോടുകൂടെ ഉപയോഗിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. പക്ഷേ എങ്ങനെ നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും? എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയത് തിരിച്ചെടുക്കാൻ പറ്റുന്നത്? ഇങ്ങനെ നിലവിലുള്ള അവസ്ഥയിലായി നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ ഖബറിൽ നൂറ്റാണ്ടുകളോളം കിടക്കുമ്പോൾ എത്ര വലിയ സങ്കടമായിരിക്കും, എത്ര വലിയ ടെൻഷനായിരിക്കും. പടച്ചോനെ, എൻ്റെ ജീവിതത്തെ ഞാൻ ഉപയോഗപ്പെടുത്തിയില്ലല്ലോ എന്ന് നീറുന്ന മനസ്സുമായി അല്ലേ, അതിൻ്റെ പ്രതിസന്ധികളും പ്രത്യാഘാതങ്ങളും ശിക്ഷകളും അനുഭവിച്ച് കടക്കേണ്ടി വരിക എന്നുള്ളത് വല്ലാത്ത ദുരന്തമാണ്, വല്ലാത്ത പരാജയമാണ്. അതുകൊണ്ട് ഇസ്ലാം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ റഹ്മാനായ റബ്ബ്, നമ്മളോട് ഏറെ സ്നേഹമുള്ള കരുണയുള്ള റബ്ബ് നമുക്ക് അവസരം നൽകിയതാണ് പരിശുദ്ധ റമളാൻ. അതിൽ തന്നെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ പത്തിൽ ലൈലത്തുൽ ഖദർ എന്ന 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള മഹത്തായ ഒരു രാത്രിയെ റബ്ബ് നമുക്ക് അതിലേർപ്പെടുത്തി തരികയാണ്. 83 വർഷം അല്ല, 83 വർഷത്തേക്കാൾ പുണ്യമുള്ള ഒരു രാത്രി. നമ്മൾ ഒരു കർമ്മം ചെയ്താൽ, ഒരു ചെറിയ കർമ്മം ചെയ്താൽ 83 വർഷത്തേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്തതിൻ്റെ പുണ്യമായി രേഖപ്പെടുത്തുമെന്ന് പറയുമ്പോൾ എത്ര വലിയ കൂലിയാണ് അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ 1600 അല്ലെങ്കിൽ 800 1000 ഒക്കെ വർഷം ജീവിച്ച് സൽക്കർമ്മങ്ങൾ നേടിയ നിലയിൽ അത്ര വർഷം കുറഞ്ഞ കാലം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ അവരുടെ കർമ്മങ്ങൾ നോക്കിയാൽ അവർ 1600 വർഷം ജീവിച്ചതുപോലെയുണ്ട്, അവർ 1000 വർഷം ജീവിച്ചതുപോലെയുണ്ട്. അത്രയേറെ അവർ ഇബാദത്തുകളിൽ മുഴുകിയ അവസ്ഥ ഫീൽ ചെയ്യുമ്പോൾ അതെങ്ങനെ ലൈലത്തുൽ ഖദറിനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. അങ്ങനെയുള്ള അവസ്ഥയുമായിട്ട് പരലോകത്ത് വരുന്ന സൗഭാഗ്യവാന്മാരുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കണമെങ്കിൽ അതിനുള്ള അവസരമാണ് അവസാനത്തെ 10. ഫൽതമിസുഹാ ഫിൽ അശരിൽ അവാഹിർ. റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവസാനത്തെ 10ലാണ് നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത്. അത് ഏത് രാത്രിയാണ്? 27 29 അല്ലെങ്കിൽ
25 വ്യത്യസ്ത റിപ്പോർട്ടുകൾ വ്യത്യസ്ത രൂപത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവിൽ റസൂലുള്ളാഹിനെ അത് മറപ്പിച്ച് കളഞ്ഞതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത് ഈ 10 രാത്രികളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ചെയ്തത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശരിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫി ഗൈരി. ആദ്യത്തെ 2 പത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിക്കാത്ത അത്രയും പരിശ്രമം അവസാനത്തെ 10 ഈ ലൈലത്തുൽ ഖദർ കിട്ടാൻ വേണ്ടി റസൂലുള്ള ചെയ്തിരുന്നു എന്നാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പള്ളിയിൽ ഇഴ്തികാഫിരിക്കുന്നു, അതല്ലെങ്കിൽ രാത്രി ഉറക്കമൊഴിച്ച് രാത്രിയെ ജീവിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തുകളിൽ മുഴുകുന്നു. ആ 10 രാത്രികൾ നമ്മുടെ കയ്യിൽ ഒരാൾ ഒരു 10 ചാവികൾ തരുന്നു, 10 താക്കോലുകൾ തരുന്നു. അതിൽ ഒരു താക്കോല് വലിയ ഒരു ഖജനാവിൻ്റെ ഒരുപാട് സ്വർണങ്ങളുള്ള രത്നങ്ങളുള്ള ഒരു ഖജനാവിൻ്റെ താക്കോലാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ 2 ഓപ്ഷൻ വെക്കുന്നു. ഒന്നുകിൽ ഗസ് ചെയ്ത് ഊഹിച്ച് ഏതെങ്കിലും ഈ 10ൽ ഒരു താക്കോൽ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഈ 10 താക്കോലുകളും നിനക്കെടുക്കാം, എന്നിട്ട് ഓരോന്ന് നിനക്ക് തുറന്നു നോക്കാം എന്ന് പറയുമ്പോൾ ബുദ്ധിയുള്ള വ്യക്തി ഏതാണ് തിരഞ്ഞെടുക്കുക? ബുദ്ധിയുള്ള വ്യക്തി തിരഞ്ഞെടുക്കുക ഈ 10ഉം അവൻ എടുക്കുന്നുള്ളതാണ്. അതാണ് റസൂലുള്ളാഹി ചെയ്തത്, അതാണ് സഹാബത്ത് ചെയ്തത്, അതാണ് നമ്മോട് ചെയ്യാൻ പറഞ്ഞത്. നിങ്ങൾ ആ ലൈലത്തുൽ ഖദറിനെ ഈ 10 രാത്രികൾ ഉപയോഗപ്പെടുത്തിയാൽ ആ ഒരു രാത്രി നമുക്ക് മിസ്സാകൂല, ആ ലൈലത്തുൽ ഖദർ മിസ്സാകൂല. നമ്മൾ ഏതെങ്കിലും ഊഹിച്ച് ഏതെങ്കിലും ഒരു രാത്രി മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകളായിട്ടല്ല നമ്മൾ മാറേണ്ടത്. 83 വർഷം സുബ്ഹാനല്ലാഹ്, 83 വർഷം ചെയ്ത കർമ്മങ്ങളുടെ കൂലി ഒരൊറ്റ രാത്രിയിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ എത്ര ഗൗരവത്തിൽ നമ്മളതിനെ കാണേണ്ടി വരും. എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്, എന്തൊക്കെയാണ് നമുക്കതിൽ ചെയ്യാനുള്ളത്? ഒന്ന് തറാവീഹാണ്, നമ്മൾ ഒന്ന് മഗ്രിബിനാണ് തുടങ്ങുന്നത്. മഗ്രിബ് നമസ്കാരം പുരുഷന്മാരാണെങ്കിൽ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്നു, വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുന്നു, നമ്മൾ നോമ്പ് തുറക്കുന്നു, അതിനുശേഷം ഇശാ നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുന്നു. സ്ത്രീകളാണെങ്കിൽ അവർ വീട്ടിൽ നിന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ അങ്ങനെ ആ നിസ്കാരം നിർവഹിക്കുന്നു. അതിൻ്റെ മുമ്പും ശേഷമുള്ള റവാത്തിബുകൾ, അത് സുന്നത്തുകൾ നിർവഹിക്കുന്നു. അതിനുശേഷം ദീർഘമായി നമ്മൾ തറാവീഹ് പൂർണ്ണമായി ഇമാമിൻ്റെ കൂടെ പള്ളിയിൽ പോയി നിസ്കരിക്കുകയാണെങ്കിൽ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചതിൻ്റെ കൂലി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്രയും മഹത്വമാണ് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിന്. രണ്ടാമത്തേത് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. നമ്മൾ ഖുർആൻ അർത്ഥമാലോചിച്ചും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ വെറുതെ പാരായണം ചെയ്യുകയാണെങ്കിലും ഒക്കെ അർത്ഥമറിയാതെ പാരായണം ചെയ്യലും വലിയ പുണ്യമാണ്. ഒരു ഹർഫ് പാരായണം ചെയ്താൽ, ഒരു സൂറത്ത് നമ്മൾ പാരായണം ചെയ്താൽ 83 വർഷത്തിലേറെ നമ്മൾ ഖുർആൻ ഇരുന്ന് പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ കൂലി നമുക്ക് കിട്ടണം. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ പ്രതിഫലമാണ് റഹ്മാനായ റബ്ബ് ഒരൊറ്റ ദിവസത്തിൽ നമുക്ക് വേണ്ടി ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുക. ഒറ്റയടിക്ക് ഒരേ കർമ്മം ചെയ്യുന്നതിന് പകരം മാറ്റി മാറ്റി ചെയ്യുക. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. അതുപോലെ തന്നെ തൗബ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ ലൈലത്തുൽ ഖദർ ഇന്ന രാത്രിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ എന്താ ഞാൻ ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ, എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നവനാണ്, എൻ്റെ പാപങ്ങൾ വിട്ടുമാപ്പാക്കി തരണേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത പാപങ്ങൾ നമ്മൾ മറന്നുപോയിട്ടുണ്ട്. നമുക്കിപ്പോഴും പാപങ്ങളുടെ ഗൗരവം നമ്മൾ അറിയുന്നില്ല. പലപ്പോഴും പാപങ്ങളെ നിസ്സാരമാക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടത്, ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേക്കേറിയത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തിന്മകൾ കൊണ്ടാണ്. അതുകൊണ്ട് ആ തിന്മകളൊക്കെ പൊറുക്കപ്പെട്ടിട്ടാണ് ഈ റമളാനിൽ നമ്മൾ യാത്രയാക്കേണ്ടത്. അതുകൊണ്ട് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, പ്രത്യേകിച്ചും രാത്രിയെ 3 ഭാഗങ്ങളാക്കിയാൽ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് ഒരു 2 മണിക്കോ 3 മണിക്കൊക്കെ ശേഷമുള്ള സുബഹി ബാങ്ക് കൊടുക്കുന്നതിനുള്ള സമയം, ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നിറകണ്ണുകളോടെ നമ്മൾ ചെയ്ത പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് വളരെ വളരെ ആത്മാർത്ഥം, ഒരു ചെറിയ കുട്ടി വിതുമ്പിക്കരയുന്നത് പോലെ കരഞ്ഞ് കരഞ്ഞ് നമ്മൾ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയണം. അത് പൊറുക്കപ്പെടണം. പൊറുക്കപ്പെടാതെ റമളാൻ പോയാൽ നമ്മളാണ് ഏറ്റവും വലിയ ഹതഭാഗ്യവാന്മാരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. മലക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, അവൻ നശിക്കട്ടെ എന്നാണ് പറഞ്ഞത്.
അതുകൊണ്ട് അത് വളരെ ഗൗരവത്തിൽ നമ്മൾ മുഖവിലേക്കെടുക്കുക. ഈ പ്രാർത്ഥന ഒരുപാട് തവണ നമ്മൾ ആവർത്തിക്കുക. പിന്നെ നാലാമത് നമ്മൾ പ്രാർത്ഥിക്കുക, നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമ്മുടെ മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ട കാര്യങ്ങൾ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വേണ്ട കാര്യം, ഇതുപോലെ എന്തെല്ലാം വിഷയങ്ങൾ നമുക്ക് തടസ്സമായി നിൽക്കുന്ന എന്തെല്ലാം പ്രതിസന്ധികൾ, അതൊക്കെ പറയാം, അള്ളാഹിനോട് പറയാം. ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഞാൻ മറുപടി പറയാൻ റെഡിയാണെന്ന് പറയുന്ന ആ സമയങ്ങളിൽ, പ്രത്യേകിച്ചും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹിനോട് പറയുമ്പോൾ അത്ഭുതങ്ങളുണ്ടാകും. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി, പാപമോചനം തേടിയ കണ്ണുകളുമായിട്ടാണ് നമ്മുടെ വിഷയങ്ങൾ നമ്മൾ ചോദിക്കുന്നത്. സ്വർഗം ചോദിക്കുക, നരകത്തിൽ നിന്ന് മോചനം തേടുക, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ റബ്ബിന് മുമ്പിൽ വെക്കുക. അതോടൊപ്പം നമ്മൾ സ്വതക്ക കൊടുക്കുക. സ്വതക്ക ഒരു 10 രൂപയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. എല്ലാ രാത്രിയിലും ഈ 10 രാത്രികളിലും നമ്മൾ സ്വതക്ക ഇട്ടു. ഒരു 100 രൂപ കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ഗൂഗിൾ പേ സംവിധാനങ്ങളുണ്ട്, അതിലൂടെയൊക്കെ നമുക്ക് കൊടുക്കാം. ഒരുപാട് സംരംഭങ്ങളുണ്ട്, പാവപ്പെട്ട ചാരിറ്റി സംഗതികളുണ്ട്, അതിലൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന അവസ്ഥകൾ അൽഹംദുലില്ലാ ഇവിടെയുണ്ട്. അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അഞ്ചാമത്തേത്. അതുപോലെ തന്നെ മറ്റു സൽക്കർമ്മങ്ങൾ, ഒരുപാട് മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. നമുക്ക് ദിക്റുകൾ ചെല്ലാൻ വിശ്വാസം പഠിപ്പിച്ച വ്യത്യസ്ത ദിക്റുകളുണ്ട്. അങ്ങനെയുള്ള നമുക്ക് എന്തെല്ലാം നന്മകൾ ചെയ്യാൻ പറ്റത്തൊക്കെ ആ നന്മകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ. ആ കാര്യങ്ങൾ എന്തായാലും നമ്മൾ ആവർത്തിച്ച് ചെയ്യാനും വർദ്ധിപ്പിക്കാനും ഇൻഷാ അല്ലാഹ് നമ്മൾ പരിശ്രമിക്കുക. നമ്മളിത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും നമുക്കുണ്ടാകുക. ഖബറിൽ ചെന്ന് കടക്കുമ്പോൾ അതിൻ്റെ വേദന അറിയാം. മഹാനായ ഇമാം ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഒരു ഖബറിൽ കിടക്കുന്ന വ്യക്തികൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹം എന്താ വെച്ചാൽ, റമളാനിലെ ഒരു ദിവസം ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരു ദിവസം കൂടി റമളാനിൽ ലഭിച്ചിരുന്നെങ്കിൽ എന്നുള്ളതാണ്. എന്നാൽ റമളാനിലെ അവസാനത്തെ 10 നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ഈ രാത്രികളെ, ഈ പകലുകളെ ഒക്കെ വളരെ ഗൗരവത്തിൽ, പ്രത്യേകിച്ചും രാത്രികളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതിൽ അശ്രദ്ധരാകാതിരിക്കുക. അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുക. ഇത് ഉറങ്ങാനുള്ള രാത്രികളല്ല, ഇത് അശ്രദ്ധയോടുകൂടെ കഴിച്ചു കൂട്ടേണ്ട രാത്രികളല്ല. മഹാന്മാരായ മുൻഗാമികൾ അവർ ഒരു പുതുമണവാളനെ പോലെ പുതിയ വസ്ത്രങ്ങൾ, ഇതിനു വേണ്ടി മാത്രം പുതിയ വസ്ത്രങ്ങളും മുന്തിയ അത്തറുകളും ഉപയോഗിച്ച് അവർ ഈ ലൈലത്തുൽ ഖദ്റിന് സ്വീകരിക്കാൻ വേണ്ടി കാത്തിരുന്നു എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ മൂടിപ്പുതച്ച് കിടന്നുറങ്ങി ആ ഒരു ഭാഗ്യം നഷ്ടപ്പെടുത്തുന്ന ആളുകളായി മാറാതിരിക്കുക. ഇതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. 83 വർഷക്കാലം ചെയ്യുന്ന നന്മകളെ ഒരൊറ്റ രാത്രി കൊണ്ട് നേടി നമ്മുടെ നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്ന വലിയ ആരാധനകളായി ഇതിനെ സ്വീകരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.